എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തൊഹഫയിലുള്ളത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. ഫസ്റ്റ് സലാം പറയണം. ഫസ്റ്റ് പറയേണ്ടത് സലാം. എല്ലാ വിഷയം പറഞ്ഞിട്ട് പിന്നെ അസ്സലാമു അലൈക്കും പറയലല്ല. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ, അത് കാരണം ഈമാൻ ശരിക്കുറക്കുന്നതാ. ഈമാനുറച്ചവരെ കടക്കും സ്വർഗമിൽ. ഇതുപോലെ മെന്ന് ഹദീസ് കാണാം മുസ്ലിമിൽ. ഇരുവീട്ടിലും ലഭിക്കട്ടെ എല്ലാ രക്ഷയും എന്നുള്ളതാ തസ്ലീം കൊണ്ട് വിവക്ഷവും. അസ്സലാമു അലൈക്കും എന്ന് പറയൽ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന ദുആയാണ്. ഇത് പരത്തിയാൽ, ഇത് ശീലമാക്കിയാൽ ഈമാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയത്തിൽ സ്നേഹമുണ്ടാകും. അങ്ങനെയുണ്ടായാലേ ഈമാൻ ഖൽബിൽ ഉറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ, മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില കടമകളെ ഇങ്ങനെ എണ്ണി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 30ഓളം കടമകളുണ്ട്. അത് പാലിച്ചാലേ യഥാർത്ഥ ഈമാൻ ഖൽബിൽ കയറുകയുള്ളൂ. ഓരോന്നായി പെട്ടെന്ന് പറഞ്ഞ് അവസാനിക്കാം. ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? ഉമ്മമാരെ ശ്രദ്ധിക്കണേ, തെറ്റുകൾ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളോട് ഒരാള് തെറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ കുറിച്ച് പാടില്ലാത്തത് പറഞ്ഞു നടന്നിട്ടുണ്ടാവും, നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും, കളിയാക്കിയിട്ടുണ്ടാകും, ഫാമിലികളിൽ ഇല്ലാത്തത് നമ്മളെ കുറിച്ച് പറഞ്ഞ് നമ്മളെയും പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു പൊറുക്കപ്പെടാത്ത ഒരു തെറ്റും ഈ ഭൂമിയിലില്ല. അങ്ങോട്ട് പുറത്തു കൊടുത്ത മനുഷ്യന്മാർക്ക് അന്തസ് കൂടിയിട്ടേ ഉള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. പലർക്കും പുറത്തു കൊടുക്കാൻ മടിയാ. ഇങ്ങോട്ട് വന്ന് മാപ്പ് ചോദിക്കട്ടെ, ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ. ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, അവനല്ലേ പിണങ്ങിപ്പോയത്, അതുകൊണ്ട് എന്നോട് വന്ന് സോറി ചോദിച്ച, മാപ്പ് എഴുതി തന്ന ഞാനങ്ങോട്ട് തെറ്റ് പുറത്തു കൊടുക്ക എന്നല്ല പറയേണ്ടത്. മാ സാദല്ലാഹു ബിഅഫ്വിന്നില്ല. പുറത്തു കൊടുത്ത, അങ്ങോട്ട് മാപ്പ് ചെയ്ത നമ്മുടെ അന്തസ്, അഭിമാനം, സ്റ്റാൻഡേർഡ് കൂടുകയേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? കണ്ണുനീരിന് കരുണ കാണിക്കുക. നമ്മോടൊരാളൊരു പ്രയാസം പറഞ്ഞ, ഒരു സങ്കടം പറഞ്ഞ, ഒരു ദുഃഖം പറഞ്ഞ, നമ്മുടെ മുന്നിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചെന്തെങ്കിലും പറഞ്ഞ അവരോട് കരുണ കാണിക്കണേ. ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. എന്നാലേ യർഹമുകും മൻ ഫിസ് സമാ, ആകാശഭാഗത്തിൽ നിന്ന് അല്ലാഹു കരുണ
തരുകയുള്ളൂ. അയൽവാസികളിൽ രോഗികളുണ്ട്, അയൽവാസികളിൽ പട്ടിണിയുള്ളവരുണ്ട്, അയൽവാസികളിൽ മരുന്നിന് പണമില്ലാത്തവരുണ്ട്. പക്ഷേ ഇവന്റെ ടെൻഷൻ വേറെയാ. എങ്ങനെ വീടിന്റെ ടോയ്ലറ്റ് ഒന്ന് മാറ്റണം, എങ്ങനെ പുതിയ സോഫ സെറ്റ് വാങ്ങണം, എങ്ങനെ കാറിന്റെ മൊഞ്ചു കൂട്ടണം. ഇങ്ങനെ കണ്ണുനീരിന്റെ മുന്നിൽ കരുണയില്ലാത്തവരാകരുതേ. പാവപ്പെട്ടവന്റെ കണ്ണുനീര്, രോഗിയുടെ കണ്ണുനീര് നമ്മൾ പരിഗണിക്കണം. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വീഴ്ചകൾ മാപ്പാക്കണം. നേരത്തെ പറഞ്ഞതാണ്, ക്ഷമാപണം സ്വീകരിക്കണം. ഇനി ചില ആളുണ്ട്, ഓന് വന്നിട്ട് മാപ്പ് ചോദിച്ചാലും ഞാൻ പുറത്തു കൊടുക്കൂല, ഇല്ലേ? അങ്ങനെ പറയലാണ്. പൊരുത്തം ചോദിച്ചാലും പൊറുക്കൂല. എന്നിട്ട് പറയും പടച്ചോൻ നിന്നെ പൊറുക്കൂല. ഞാൻ പോട്ട് പടച്ചോൻ എന്നെ നിന്നെ പൊറുക്കല എന്ന് പറയുന്ന ആൾ ആരാ പറഞ്ഞ്? പടച്ചോൻ പൊറുക്കൂല എന്ന് ആരാ പറഞ്ഞ്? പടച്ചോൻ പൊറുക്കൂല എന്ന് തീരുമാനിക്കാൻ നമ്മളാരാ? നമ്മൾ മദ്രസയിൽ ദുറൂസിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട്. 2 കൂട്ടുകാരുണ്ടായിരുന്നു എന്നാണ്, 2 ചങ്ങായിമാർ. ഒരാള് നല്ല ആൾ, മറ്റാള് മോശപ്പെട്ട ആളുമാണ്. ഈ നല്ല ആള് മോശപ്പെട്ട ആളെ എപ്പോഴും ഉപദേശിക്കും. എന്തെന്ന് പറഞ്ഞിട്ട്?